2014 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് ശതമാനം വർദ്ധിച്ചത് മലപ്പുറത്ത് ഇരു മുന്നണികൾക്കും പ്രതീക്ഷയേകുന്നു. 75.38% ആളുകളാണ് ആകെ പോളിംഗ് രേഖപ്പെടുത്തിയത്. UDF ഭൂരിപക്ഷമുള്ള അസംബ്ലി മണ്ഡലങ്ങളിലെ വർധന UDFന് ആശ്വാസമാകുമ്പോൾ കന്നി വോട്ടർമാരിലാണ് LDFന്റെ പ്രതീക്ഷ. വോട്ടെടുപ്പിന് തലേദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പലയിടത്തും രാവിലെ മുതൽ തന്നെ വോട്ടിംഗ് തടസ്സപ്പെട്ടു. മണിക്കൂറുകൾ വൈകിയാണ് ചിലയിടങ്ങളിൽ മെഷീൻ തകരാറുകൾ പരിഹരിച്ച് വോട്ട് പുനരാരംഭിക്കാൻ ആയത്. രാത്രി വൈകിയും ചിലയിടങ്ങളിൽ വോട്ടിംഗ് പുരോഗമിച്ചു. അസംബ്ലി മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്ക് പ്രകാരം കൊണ്ടോട്ടിയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 78.06%. 71.84% വേങ്ങരയിലാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് UDF അനുകൂലമാകുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. ഭൂരിപക്ഷം വയനാട്ടിൽ ആയിരിക്കും. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷം ഉണ്ടാവും. UDF എല്ലായിടത്തും ജയിക്കും. അതാണ് സ്ഥിതി. അതേസമയം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടതുമുന്നേറ്റമുണ്ടായ മങ്കടയിലും പെരിന്തൽമണ്ണയുൾപ്പെടെ പലയിടത്തും LDFനും പ്രതീക്ഷയുണ്ട്. പെരിന്തൽമണ്ണയും മങ്കടയൊക്കെ നല്ല പോളിംഗാണ്. വള്ളിക്കുന്ന് മോശമല്ലാത്ത പോളിംഗാണ്. വേങ്ങര പറകിലുമാണ്. അപ്പം അതെല്ലാം ഇടതുപക്ഷത്തിന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പോളിംഗ് ഇതുവരെയുള്ള പോളിംഗ് കണക്കുകൾ വെച്ച് തീർച്ചയായിട്ടും മുൻവർഷങ്ങളിലേതിനേക്കാൾ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധന ആർക്ക് തുണയാകുമെന്നാണ് ഇനി അറിയേണ്ടത്. മീഡിയ 1 മലപ്പുറം.